നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സർവ്വ സൗഭാഗ്യവും മുടിചൂടി നിൽക്കുന്ന സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷൻ റാഫേൽ തട്ടിലിന്റെ മൂക്കിന് താഴെ വന്യവയോധിക വൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഗുണ്ടാ വൈദികൻ ജെറിനെയും അരമനയിൽ അതിക്രമിച്ചു കയറി സംഘർഷം സൃഷ്ടിച്ച 21 വിമത വൈദിക ഗുണ്ടകളെയും ആഭിചാര കുർബാന ചൊല്ലിയ 33 സഭാവിരുദ്ധ വൈദികരെയും സംരക്ഷിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ആർച്ച് ബിഷപ്പിന്റെ വികാരി ജോസഫ് പാംബ്ലാനിയും ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കുന്നതായി സൂചനകൾ. എറണാകുളത്തെ പ്രമുഖ ആസ്പത്രി കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചനകൾ നടക്കുന്നത്. വാർത്തകൾ വിശദമായി. സീറോ മലബാർ സഭയിലെ സഭാപിതാക്കന്മാരുടെ ഉത്തരവ് പ്രകാരം വന്യവയോധികനായ ജോൺ തോട്ടുപുറമച്ചൻ തൃപ്പൂണിത്തുറ ഫൊറോനയിലെ പ്രസാദഗിരി ദേവാലയത്തിൽ നിയമാനുസൃത രീതിയിലുള്ള ഏകീകൃത ബലിയർപ്പണം നടത്തവേ ഗുണ്ടാ വൈദികനായ ജെറിന്റെ നേതൃത്വത്തിലുള്ള പൈശാചിക കൂട്ടങ്ങൾ മധുബഹയിൽ ചാടിക്കയറി തിരുവസ്ത്രമണിഞ്ഞ് ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തോട്ടുപുറം അച്ഛനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ലോകം മുഴുവൻ വളരെ ഞെട്ടലോടെയാണ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞത്. സഭാപിതാക്കന്മാർ എന്തു പറയുന്നുവോ അത് ഞാൻ അനുസരിക്കും, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന ദൈവവചനത്തെയും സഭാപിതാക്കന്മാരെയുമാണ് ജോൺ തോട്ടുപുറം അച്ഛൻ അനുസരിച്ചത്. അനുസരണം കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ ഗതികേട് വന്നത്. ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതും പ്രതികരിക്കേണ്ടതും സഭാമേലധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ചുമതലയുള്ള ജോസഫ് പാംബ്ലാനിയുമല്ലേ. അതിരൂപത കൂരിയയെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താനാകില്ല. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ജോസഫ് പാംബ്ലാനിയും പറയാതെ കൂരിയയ്ക്ക് ഒരു നടപടിയും സ്വീകരിക്കാനാകില്ല. യഥാർത്ഥത്തിൽ തട്ടിലും പാംബ്ലാനിയും 100% വിമതരോടൊപ്പമാണ്. ഇവരെ നിയന്ത്രിക്കുന്നത് അൽമായ സൈത്താൻ ഷൈജു ആന്റണിയും. സീറോ മലബാർ സിനഡും പെർമനന്റ് സിനഡും മീഡിയ കമ്മീഷനും നിസ്സംഗത പാലിച്ചത് സീറോ മലബാർ സഭ നേതൃനിര നിർഗുണരായതുകൊണ്ടല്ലേ. എറണാകുളത്തെ കത്തോലിക്ക കോൺഗ്രസും ആഗോള കത്തോലിക്ക കോൺഗ്രസും ഇപ്പോഴും ഉറങ്ങുകയാണ്. എങ്കിലും പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നേതൃത്വത്തിലുള്ള വൈദികരും പാലായിലെ കത്തോലിക്ക കോൺഗ്രസും ജോൺ തോട്ടുപുറം അച്ഛനെ ആശുപത്രിയിൽ വന്ന് സന്ദർശിക്കുകയും ആവശ്യമെങ്കിൽ എറണാകുളത്തെ പ്രശ്നപരിഹാരത്തിന് പരിരക്ഷ നൽകുമെന്നും ഉറപ്പു നൽകി. അവരുടെ വ്യക്തിത്വം തെളിയിച്ചു. മറ്റൊരു മെത്രാന്മാരും ക്രിസ്തുവിന്റെ സാക്ഷികളായില്ല. കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്തിൽ ഇത്രയേറെ ഹീനമായ സംഭവങ്ങൾ ഉടലെടുത്തിട്ടും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ബംഗാളിൽ സുവിശേഷം പ്രസംഗിച്ച് നടക്കുകയായിരുന്നു. എന്ത് സുവിശേഷമാണ് അദ്ദേഹം പ്രസംഗിച്ചത് എന്ന് അദ്ദേഹത്തിന് പോലും ഓർമ്മയുണ്ടാകില്ല. സമവായ മെത്രാൻ പാംബ്ലാനി പൂച്ചയുടെ തല കുടത്തിനുള്ളിൽ പോയ പോലെയായി. തല ഒന്ന് പുറത്തു കിട്ടിയാലല്ലേ വെളിവുണ്ടാകൂ. ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛന് സംഭവിച്ച ശാരീരിക ക്ഷതവും മാനഹാനിയും അദ്ദേഹം ക്രിസ്തുവിന്റെ തിരുമുറിവിനോട് ചേർത്ത് വെച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ തട്ടിലും പാംബ്ലാനിയും നല്ല സംറായനല്ല. 3 വർഷമായി നടപടികൾ വരും എന്ന് പറഞ്ഞ് വിശ്വാസികളെ കബളിപ്പിക്കുന്നു. അരമന കയ്യേറി ആക്രമണം നടത്തിയ 21 ലോഹ തൊഴിലാളികൾക്കും ജെറിൻ എന്ന വിമത വൈദിക ഗുണ്ടയ്ക്കും ആഭിചാര കുർബാന ചൊല്ലിയ 33 ലോഹ തൊഴിലാളികൾക്കും മഹറോൻ ശിക്ഷയിൽ കുറഞ്ഞൊന്നും സഭാനുകൂലികൾ പ്രതീക്ഷിക്കുന്നില്ല. റബ്ബർ കൊണ്ടുള്ള നട്ടെല്ല് വെച്ച തട്ടിലും പാംബ്ലാനിയും ഈ വിഷയങ്ങളിൽ എന്ത് നടപടികൾ എടുക്കും എന്ന് കാത്തിരുന്ന് കാണാം. നിർഗുണരായ സീറോ മലബാർ സഭാ നേതൃത്വം സഭയെ ഇനിയും ഇതര മതസ്ഥരുടെ മുൻപിൽ എങ്കിലും നാണം കെടുത്താതെ സ്വയം രാജിവെക്കുന്നതായിരിക്കും ഉചിതം. ന്യൂസ് ഡെസ്ക് ബ്രൈറ്റ് ന്യൂസ്. This news brought you by Renovation World.